ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ആദ്യത്തെ എൻ്റെ വീഡിയോ പറഞ്ഞ പോലെ ക്യാമറ നോക്കി സംസാരിക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എനിവേ സ്റ്റാർട്ടിംഗ് അല്ലേ, ശരിയായിക്കോളും എന്ന് വിചാരിക്കുന്നു. സോ എന്താണ്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എന്താണ് പറയേണ്ടതെന്നൊന്നും വലിയ പിടിയൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ്. ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തതനുസരിച്ചിട്ടാണെങ്കിൽ എനിക്കിന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ യാ ഇങ്ങനെയൊക്കെയല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്തു പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് ഞാൻ തന്നെ ഒന്ന് നോക്കട്ടെ. ഇവിടെ ഇപ്പോൾ സമയം 9 മണി ആവാനായി. ഞാനൊരു 8:30 ആയപ്പോൾ എഴുന്നേറ്റ് ഇച്ചിരി ഫ്രഷായി കുറച്ച് ലിപ്സ്റ്റിക്കും പൊട്ടൊക്കെ തൊട്ടിങ്ങനെ നിൽക്കുവാണ്. എന്താണ് എൻ്റെ കോൺഫിഡൻസ് ഈ രണ്ട് സാധനങ്ങളാണ്. ഈ രണ്ട് സാധനങ്ങളില്ലാതെ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒരു കട്ടൻ ചായ എന്നേലും കുടിക്കാം. പിന്നെ ഞാനാണെങ്കിൽ ഇന്നലെയൊക്കെ വീട്ടിൽ വിളിച്ചപ്പോൾ മമ്മിയൊക്കെ അവിടെ കപ്പ ബിരിയാണിയിലങ്ങ് ആർമാദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ അത് കഴിക്കാൻ തോന്നും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ഇച്ചിരി കപ്പയും എല്ലൊക്കെ മേടിച്ച് ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ രാവിലെ തന്നെ സമയം കളയാൻ നമുക്കത് ഉണ്ടാക്കാം. കുറച്ച് എല്ലേ ഉള്ളൂ, ബാക്കി ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് ബീഫ് കറി വെച്ചു. നമ്മൾ ഇവിടെ മലയാളി കടയുണ്ട്, കേൾക്കാവോ, മലയാളി കടയുണ്ട്. ഇപ്പം മലയാളി കടയിൽ നിന്നാണ് ഞാൻ സാധാരണ ഈ ബീഫൊക്കെ മേടിക്കുന്നത്. എന്നാലേ എനിക്ക് അങ്ങോട്ട് ഒരു തൃപ്തി വരത്തുള്ളൂ. ഏത് ഇത് കുറച്ച് കട്ടായിട്ടിരിക്കും. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ട അലക്കാൻ വെക്കാം. ഞാനാണെങ്കിൽ കുറേ നാളായിട്ട് ഒരു 11:30-12 മണിയാകുമ്പോഴാണ് എഴുന്നേക്കുന്നത്. അതായത് ഓഫുള്ള ദിവസങ്ങളിൽ. പിന്നെ ഇപ്പം ലീവ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും അങ്ങനെ തന്നെ ലേറ്റായിട്ടേ ഉറക്കം വരത്തുള്ളൂ. എന്നിട്ട് ഈ 11 മണി 12 മണിയാകുമ്പോൾ എഴുന്നേക്കും. ഇന്ന് കുറേ നാൾ കൂടിയാണ് ഒന്നൊരു ഇപ്പം സമയം ഒരു 8:30-8 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റത്. അതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഭയങ്കര വിശപ്പ്. ഇങ്ങനെ ഇത്രയും ചൂടായാൽ മതി. ഇതിൽ കൂടുതൽ ചൂടായാൽ എനിക്ക് ചൂടിഷ്ടമല്ല. തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ കട്ടൻ കുടിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാര്യമായിട്ട് കഴിക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചൂടാക്കണം. പക്ഷെ അധികം ചൂടാവാനും പാടില്ല. ചൂട് മതി, ഇത് തന്നെ ധാരാളം. മധുരം വേണം. ഇന്നാണെങ്കിൽ ഈ ക്യാമറ എല്ലാം തുറന്നു വെച്ചുകൊണ്ട് എനിക്ക് ആകെ കൂടെ ഒരു ടെൻഷൻ. എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. ഇനി പറയുന്ന ആരെങ്കിലും കേൾക്കുമോ എന്നുള്ള ടെൻഷൻ. അങ്ങനെ കുറേ ടെൻഷൻ ഉണ്ടാകുകൊണ്ട് ഞാനിന്ന് ഭയങ്കര സ്ലോ ആയി നിൽക്കുകയാണ്. പക്ഷെ നമുക്കിങ്ങനെ സ്ലോ ആയി നിൽക്കാനും സമയമില്ല. വേഗം ഷടപടിയെന്ന് വന്ന് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഞാൻ ഇന്ന് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. അതായത് ഇന്നലെ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ടപ്പോൾ എനിക്കറിയേയില്ലാത്ത അറിയുന്ന ആൾക്കാർ ഇപ്പോൾ ആകെ 100 പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ 100 പേരിൽ അറിയുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. എന്താണേലും കണ്ടിട്ടുണ്ടാവും. അപ്പം അതിൽ അറിയാത്ത ഒരു 4-5 പേരും കണ്ട് എനിക്കൊരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കമൻറ്റ് ബോക്സിലെ. അപ്പോൾ എനിക്കതങ്ങ് ഭയങ്കര, ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തു, താങ്ക് യു സോ മച്ച് പറഞ്ഞിട്ട്. പക്ഷെ എനിക്കത് ഭയങ്കര, ഞാൻ ശരിക്കും എന്താ പറയുക, സ്നേഹത്തോടെ തന്നൊരു താങ്ക് യു സോ മച്ച് ആയിരുന്നു. കാരണം അറിയ പോലും ഇല്ലാത്ത ആൾക്കാർ ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ ഇട്ട് നമ്മളെ ഒന്ന് മോട്ടിവേഷനൊക്കെ തന്നപ്പോൾ ഞാൻ അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ശരിക്കും അവരാരാണെന്നൊന്നും എനിക്കറിയത്തില്ല. അവരോട് ഞാൻ ശരിക്കും പറഞ്ഞൊരു താങ്ക് യു സോ മച്ച് ആയിരുന്നു. ശരിക്കും താങ്ക് യു സോ മച്ച്. നമുക്ക് ആകെ ഒരു കുക്കറേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ഇറച്ചി ഒന്ന് ലൂസ് മീൻസ് കട്ടായിട്ടിരിക്കുവാണല്ലോ. അപ്പോൾ അതൊന്ന് ലൂസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കപ്പ വേവിച്ച് മാറ്റി വെക്കാം. അല്ലെങ്കിൽ പിന്നെ പാത്രത്തിനടിയായിരിക്കും. കുറച്ച് കപ്പയേ ഉള്ളൂ, ആ കപ്പ കുറച്ച് ഇറച്ചിയേ ഉള്ളൂ. അപ്പം നമുക്ക്
ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം. ഇതും കട്ടയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ തന്നെ അങ്ങ് സെറ്റായിക്കൂല. അപ്പം ഈ കപ്പ ബിരിയാണിൻ്റെ റെസിപ്പി തികച്ചും എൻ്റേത് മാത്രമാണ്. ഇന്നുണ്ടാക്കുന്ന രീതി ആയിരിക്കില്ല ഞാൻ നാളെ ഉണ്ടാക്കുന്നത്, നാളെ ഉണ്ടാക്കുന്ന രീതി ആയിരിക്കില്ല ഞാൻ മറ്റന്നാൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ പല പല രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ കപ്പ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ നമ്മുടെ പാരൻസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ വരും, പക്ഷേ ഉണ്ടാക്കുന്ന രീതി വേറെ ആയിരിക്കും. നമുക്ക് ആ ടേസ്റ്റ് കിട്ടിയാൽ മതിയല്ലോ. അറ്റ് ലാസ്റ്റ് നമ്മുടെ ബീഫ് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇതിനകത്ത് ഇറച്ചിയാണ് കൂടുതൽ, എല്ലാം ഉണ്ട്, പക്ഷെ എന്നാലും ഇറച്ചിയാണ് കൂടുതൽ. എനിക്ക് അങ്ങനെയുള്ളതാണ് ഇഷ്ടം. സോ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. കപ്പ ഓൾറെഡി ആയി. കുഞ്ഞു കുക്കർ എനിക്കുണ്ട്, പക്ഷേ ആകെ ഒരടപ്പേ ഉള്ളൂ. നമുക്കൊന്ന് മലയാളിക്കട വരെ ഒന്ന് പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഞാൻ മലയാളിക്കടയിൽ പോകാൻ വേണ്ടിയിട്ടൊന്ന് റെഡി ആയിട്ട് വരാം. ഇന്ന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമ്മൾ മലയാളിക്കടയിലേക്ക് പോവാണ്. ഈ സമ്മർ ആയിന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വിന്റർ വരും. എനിക്കിതാണ് ഇഷ്ടപ്പെടാത്തത്. ഇതെന്തൊരു കാലാവസ്ഥയാ! ഇന്ന് ഭയങ്കര തണുപ്പ്, കൈയൊക്കെ ഒരുമാതിരിയായി. സാധനമൊക്കെ മേടിച്ചിട്ട് വരാം. ബൈ. നമ്മളങ്ങനെ മലയാളി കടയിലൊക്കെ പോയി വന്നു. ഇനിയിപ്പോൾ എന്നാന്നോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്ന് കറിയൊന്നുമില്ല. അപ്പോൾ ഒന്ന് കറി എന്തെങ്കിലും വെക്കണം. ഞാൻ കുറച്ച് പയർ മേടിച്ചിട്ടുണ്ട്, ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ ഞാൻ ഓർത്തുന്ന പിന്നെ അത് രണ്ടും വെക്കാം. തമാശ അടിച്ചേക്കാൻ സമയമില്ല. പിന്നെ ഒരു 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 ടാങ്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം ഉണ്ടാക്കി നമുക്ക് ആദിച്ച് കുടിക്കാം. ഞാൻ എപ്പോഴും മലയാളിക്കടയിൽ പോകുമ്പോൾ ഓർക്കും ഇത് മേടിക്കണം എന്ന്, ടാങ്ക് മേടിക്കണം എന്ന്. പക്ഷെ ഞാനിങ്ങനെ മേടിക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുൾ പഞ്ചസാര ചിലവായിരിക്കും. കാരണം ഇത് നേരെ വെള്ളം കുടിക്കണം. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് കൺട്രോൾ കിട്ടിയില്ല. ഞാൻ വിചാരിച്ചങ്ങ് മേടിച്ചേക്കാന്ന്. എന്തുവാ ഞാൻ മേടിച്ചത്? കളറൊന്നും ഇല്ലല്ലോ, പഞ്ചസാര മാത്രമേ ഉള്ളൂ. ഇനി അതിനെന്ത് റിഫ്രഷിങ് ടേസ്റ്റ് ലെമണിന് കളറില്ല, ദൈവത്തിനറിയാം. ഇതിപ്പോൾ ലാസ്റ്റ് ഗ്ലൂക്കോസ് വെള്ളം പോലെ ഇരിക്കുമോ? ഒരു സ്പൂൺ, എന്തിനും ഈ സ്പൂൺ. നാരങ്ങ വെള്ളം പോലെയുണ്ട്. ടേസ്റ്റ് ഉണ്ട്. അമ്മേ, നല്ല സമാധാനം. പഞ്ചസാര നോക്കിയേ അമ്മേ, എന്തൊരു മധുര! ഇതത്ര നല്ലതിനല്ല, പറഞ്ഞില്ലാന്ന് വേണ്ട. എന്നാലേ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ അല്ലേ? മധുരം ഇട്ടെങ്കിൽ മധുരം ഇട്ടിട്ട് ഇച്ചിരി വെള്ളം കുടിക്കുമല്ലോ, അല്ലെങ്കിൽ എന്നെ വെള്ളം കൂടി ഇല്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തണുപ്പാണ്. ലൈക്ക് സമ്മർ, വെയിലൊന്നും ഇല്ല, ഭയങ്കര തണുപ്പാന്ന് ഞാൻ മലയാളിക്കടയിൽ പോകുമ്പോൾ പറഞ്ഞില്ലേ. ഇപ്പോഴത്തെ അവസ്ഥ കാണണോ? പൊരി വെയിൽ, എന്താ വെയിൽ! പക്ഷെ തണുപ്പുണ്ട്, പക്ഷെ ഭയങ്കര വെയിൽ. ഇപ്പം നിപ്പി ഒരു 2 മിനിറ്റ് കഴിയട്ടെ, 2 മിനിറ്റ് പോലും വേണ്ട, ഇപ്പം തന്നെ ഭയങ്കര മഴക്കാറാവുന്ന കണ്ടോ കേട്ടോ. എന്താ ഇങ്ങനെ? ഒരു സ്റ്റാൻഡൊക്കെ വേണ്ടേ അല്ലേ? നമുക്ക് ആദ്യം പയറേന്ന് പണി തുടങ്ങാം. കാരണം എനിക്ക് ഈ ഒരു കട്ടിംഗ് ബോർഡ് തന്നെ വേണം. ചിക്കനും മീൻസ് എന്തെങ്കിലും ക്ലീൻ ആക്കാനുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ആദ്യം പയറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക്
ചിക്കൻ ചെയ്യാം. കാണാലോ അല്ലേ? എനിക്ക് നിന്നിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ വശം. പിന്നെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇരുന്ന് ചെയ്യുന്നു. ഇത് ഇടാനുള്ള പാത്രം എടുത്തില്ല. കത്തിക്ക് മൂർച്ച പോരാ, എനിക്ക് ഇങ്ങനത്തെ കത്തിയാണ് ഇഷ്ടം. മറ്റേ ആ സ്റ്റീലിൻ്റെ കത്തീനെ കഴിഞ്ഞും എനിക്കിഷ്ടം ഈ കത്തിയാണ്. കുറേയൊക്കെ പൊട്ടപ്പയറാണ്, നല്ല പയറുണ്ടായില്ല. പിന്നെ ഉള്ള പയർ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ട് വന്നു. അതിൽ നിന്ന് നല്ലതൊക്കെ നോക്കി എടുത്തിട്ട് വന്നു. ഇച്ചിരി വാടിയ പോലത്തെ പയർ. ഞാൻ ഫ്രണ്ട് ക്യാം വെച്ചതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ നോട്ടം എൻ്റെ അടുത്തേക്ക് തന്നെ പോണു. ഓ, ഇപ്പം ആ നഖം കൂടെ കട്ട് ചെയ്തേനെ. കഷ്ടപ്പെട്ട് വെച്ച് പിടിപ്പിച്ച നഖമാണ്. എത്ര നാളത്തേക്ക് ഉണ്ടാവും അറിയില്ല. എന്താണേലും പോകുന്നിടത്തോളം നമ്മൾ സൂക്ഷിക്കണമല്ലോ. ഇപ്പം എന്നെ കഴിഞ്ഞ് വലിയ പയറാണല്ലോ. ഇന്നലെ ഞാൻ വീട്ടിൽ വിളിച്ചപ്പം അവിടെ ഒരു കൊച്ചുണ്ടായിരുന്നേ, ചെറിയൊരു പെൺകൊച്ചുണ്ടായിരുന്നേ. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു അമ്മേൻ്റെ പേരെന്താന്ന്. അപ്പോൾ ആ കുട്ടി എന്നോട് പറയണേ, ഇംഗ്ലീഷ് അമ്മേൻ്റെ പേര് ജസ്ന, ഇംഗ്ലീഷിൽ ജസ്ന, മലയാളത്തിൽ അമ്പിളിന്ന്. അങ്ങനെ ഇംഗ്ലീഷിൽ മലയാളം എന്നൊക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇംഗ്ലീഷിൽ മലയാളം പേരുണ്ട്? ഇപ്പം എൻ്റെ പേര് പറയുകയാണെങ്കിൽ എൻ്റെ പേര് നിങ്ങൾക്കറിയാലോ. അതായത് ഇംഗ്ലീഷിൽ അമ്പിളി, മലയാളത്തിൽ എന്നെ മക്കൂന്ന് വിളിക്കും, അമ്പിന്ന് വിളിക്കും. മലയാളത്തിൽ എനിക്ക് കുറേ പേരുകളുണ്ട്, ഇംഗ്ലീഷിലാകെ ഒറ്റ പേരേ ഉള്ളൂ, അമ്പിളി. നിങ്ങളുടെ ഇംഗ്ലീഷ് പേരും മലയാളം പേരൊക്കെ പറഞ്ഞോളൂ കേട്ടോ. രസമുണ്ട്, ഇംഗ്ലീഷ് പേരും മലയാളം പേരും. വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കും ഉദ്ദേശിച്ചത്. നമുക്കിതിന് ഈ ഒരു സവോളയും കൂടെ അരിയാനുണ്ട്. പക്ഷെ ഇരുന്നരിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് നമുക്ക് നിന്നരിയാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കടുകിട്ടിട്ട് വേഗം മൂടി വെച്ചിട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മുഖത്തിരിക്കും. എന്തിനാ വെറുതെ. അല്ലെങ്കിൽ വേണ്ട, ഇതെല്ലാം കൂടെ ഒരുമിച്ചിടാം. ഒരുമിച്ചില്ല. ഇനി പയർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ പരിപാടികൾ നോക്കാം, അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവും, ഒത്തിരി ടൈം എടുക്കും. നമുക്ക് വേഗം വേഗം പണി തീർക്കാം. സൈഡിൽ നമ്മുടെ ചിക്കനുള്ള ഗ്രേവിയും കൂടെ സെറ്റാക്കി എല്ലാം കൂടെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി ടൈം എടുക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. അതുകൊണ്ട് ചെറുപടയെന്ന് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടുക്കളയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രഷ് ആവണം, കുറച്ച് നേരം ഇരുന്ന് ഫോണിൽ കളിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലൊക്കെ വിളിച്ച് അവരൊക്കെ കിടക്കാനായിട്ടുണ്ടാവും. അതുകൊണ്ട് വീട്ടിലേക്ക് ഒന്ന് വിളിച്ച് പിന്നെ നമുക്ക് വൈകുന്നേരം അതിരടി കാണാൻ പോകണം. അപ്പം അതാണ് ഇനി അടുത്ത സ്കെഡ്യൂൾ.
ആരും ഒന്നും വിചാരിക്കേണ്ട, ഞാൻ മലയാളിക്കടയിൽ പോയ സെയിം ഡ്രസ്സിൽ തന്നെയാണ് ഇപ്പോൾ സിനിമയ്ക്ക് പോണത്. കാരണം ഇച്ചിരി നേരത്തേക്കല്ലേ നമ്മളത് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഡ്രസ്സ് തന്നെ മതി. ഈ രാത്രിയിലൊക്കെ സിനിമയ്ക്ക് പോകുന്നത് ആര് കാണാനാ? നമ്മൾ ആരെയും കാണിക്കാനല്ലല്ലോ സിനിമയ്ക്ക് പോണത്. ഞാൻ ഒറ്റയ്ക്കാണ് സിനിമയ്ക്ക് പോണത്. നീ ഏതാ? നീ ഏതാ? നല്ല പൊട്ടിയിട്ടിട്ടുണ്ടല്ലോ. അയ്യോ അങ്ങനെ പറയല്ലേ, അവര് വിശ്വസിക്കും. ചുമ്മാ എന്റെ ദൈവമേ, ഉള്ളതാണ്. ഞാനങ്ങനെ കള്ളം പറയാറില്ലേ. ഉള്ളതാ, നല്ല പൊട്ടിയിട്ടിട്ടുണ്ട്. തുടച്ചേ, തൊടാ. മൂക്കിന് ഇവിടെ എന്നാ? അത് നിന്റെ ഇവിടെ ഇരിക്കുന്നത് തന്നെ. എന്റെ ചുമ്മാ അവള് ഫ്ലിക്സ് ഒക്കെ മേടിച്ച് വലിയ ചെലവുള്ള സാധനം. നമ്മളൊരു സാധനം മേടിക്കാത്തെ ഫ്ലിക്സോ പിന്നെ വാങ്ങിക്കാൻ മറ്റേതും തീരട്ടെ. 2 ബ്ലഷ് എന്റെ അടുത്തിരിക്കുന്നേ, ഒരു ഗിൽറ്റുള്ളതും ഒരു മറ്റേ നെറ്റ്. പക്ഷെ അത് ഉപയോഗിക്കാറില്ല, വെറുതെ വാങ്ങി. പക്ഷെ ഇതിന് നല്ല ഗ്ലോ ഉണ്ട്, നിങ്ങൾ കാണുന്നില്ലേ ഗ്ലോ? എനിക്ക് മറ്റേ ഏത് സാധനം? ശരിയാ, തണുത്തിട്ടാണെങ്കിൽ കൈ ഇങ്ങനെ വിറയ്ക്കും. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഷേക്ക് ആവുന്നത്. ഷേക്ക് ആവുമെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ചെറുതായിട്ടൊരു കുലുക്കുണ്ടേ, കുലുക്കുണ്ടേ. എടാ, അവസാനമായിട്ട് ഒന്നുകൂടെ ചോദിക്കുക, നിനക്കിത് വേണമെന്ന് ഉറപ്പാണോ? എല്ലാരും ഇപ്പൊ എഞ്ചിനീയറിംഗ് അല്ലേ? അപ്പൊ നമ്മൾ ആ മൂവി കണ്ട് ഇറങ്ങി. ഇപ്പൊ സമയം എത്രേ? 11 മണി ആവാനായി കാണും. നല്ല മൂവിയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വളരെ വളരെ പ്രൊഡക്റ്റീവായിട്ട്, വളരെ പ്രൊഡക്റ്റീവ് ഒന്നുമല്ല, പക്ഷേ കുഴപ്പമില്ലാതെ എൻ്റെ ഇന്നത്തെ ഒരു ഡേ അവസാനിച്ചു. ഇൻ ബിറ്റ്വീൻ കുറച്ച് ഫുഡ് കഴിക്കില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നേക്കും വരെ ബൈ.